അസ്സലാമു അലൈക്കും. അപ്പോൾ പെരുന്നാളൊക്കെ ആവാറായല്ലോ അല്ലേ? പെരുന്നാളിന് സ്പെഷ്യലായിട്ടുള്ള വല്ല റൈസ് വേണമെന്ന് ആഗ്രഹം വല്ലതും ഉണ്ടെങ്കിൽ ഇതൊന്ന് കണ്ടു നോക്കിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ. പക്ക റെസിപ്പിയാണിത്. ശേരി വെച്ചിട്ടുള്ള മന്തി. ഇതിൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിങ് ആണ് കേട്ടോ. ശരിക്കും അറബിയുള്ള ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ ഫ്ലേവറിൽ തന്നെയാണ് ഞാനിവിടെ തയ്യാറാക്കിയത്. കണ്ടു നോക്കി നോക്കൂ. ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഫ്ലോപ്പ് ആവില്ല കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടത് ശേരിയാണ് എടുത്തത്. ഇനി ശരി തന്നെ വേണമെന്നൊന്നുമില്ല, ഹമ്മൂറോ അല്ലെങ്കിൽ ഐക്കോറോ നിങ്ങൾക്ക് ഇഷ്ടമല്ല ഏതായാലും മീൻ എടുത്തോളൂ. അപ്പോൾ എത്ര എണ്ണം വേണമെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. ഞാനിവിടെ 1 കിലോൻ്റെ കണക്കിലാണ് മന്തി തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാനൊരു 5-6 മീൻ അങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോഴതൊന്ന് മസാല തേക്കുകയാണ്. അതിനായിട്ട് നമുക്ക് മന്തി മസാലപ്പൊടി വേണം 1 ടേബിൾ സ്പൂണ്, 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, അതേപോലെ നാരങ്ങൻ്റെ ജ്യൂസ് അത്യാവശ്യം വേണേ, അത് നല്ലൊരു പുളി കിട്ടാനായിട്ടാണ്. പിന്നെ ഇതെല്ലാം കൂടെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല രീതിക്ക് അതൊന്ന് കുഴച്ച് മിക്സാക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മസാല തേച്ച് പുരട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത ദിവസമാണ് മന്തി തയ്യാറാക്കുന്നത്. തലേ ദിവസം ഞാൻ മീൻ മസാല ഒന്ന് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നല്ല അതിൻ്റെ ആ ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് തലേ ദിവസം തന്നെ മീനൊക്കെ ഒന്ന് അങ്ങനെ മസാല തേച്ച് പുരട്ടിയിട്ട് അങ്ങനെ ഫ്രിഡ്ജിലിട്ടൊക്കെ എടുത്ത് വെക്കുന്നത്. മന്തിയിലോട്ടൊക്കെ ശരിക്കും ഇങ്ങനെ മുഴുവനായിട്ടുള്ള മീൻ എടുക്കുമ്പോഴാണ് ഹരള് തല അടക്കം എടുക്കണം കേട്ടോ. അപ്പോഴേ അതിങ്ങനെ മുഴുവനായിട്ട് വെക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. അതേപോലെ വരങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്, 2 വരങ്ങ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ മുഴുവൻ മസാല തേച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നാരങ്ങൻ്റെ തോടും അതിൽ വെച്ചിട്ടാണ് നേരെ അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിലോട്ടൊക്കെ എടുത്ത് വെക്കുന്നത്. എന്നിട്ട് അടുത്ത ദിവസമാണ് കേട്ടോ ഞാനിതൊന്ന് പൊരിക്കാൻ വേണ്ടി പോകുന്നത്. പാനിലോട്ടേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, കുറച്ചധികം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് മന്തിയിലേക്കും ഇതേ ഓയിൽ തന്നെയാണ് വേണ്ടത്, അതുകൊണ്ടാണ് കുറച്ചധികം ഒഴിച്ച് കൊടുത്തത്. എന്നിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം. അപ്പോൾ പൊരിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഓയിൽ തന്നെയാണ് കേട്ടോ പിന്നെ റൈസ് തയ്യാറാക്കാനായിട്ട് എടുക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള പോട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം ഈ ഓയിൽ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് സ്പൈസസ് വേണം. 1 ടീസ്പൂണ് ചെറിയ ജീരകം, 1 ടീസ്പൂണ് കൊത്തമല്ലി, 1/4 ടീസ്പൂണ് വറ്റൽമുളക് പൊടിച്ചത്, 3 ഏലക്കായ, 3 പീസ് പട്ട, പിന്നെ ഗ്രാമ്പ് 3 എണ്ണം, പിന്നെ വയനയില ഒരു 2 എണ്ണം, അങ്ങനെല്ലാം കുറച്ച് ഇട്ടിട്ട് അതൊന്ന് പൊട്ടിച്ചു കൊടുക്കാം. അത് പൊട്ടി വന്നതിന് ശേഷം 1 വലിയുള്ളി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് നല്ല രീതിക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴന്ന് വരുന്ന ആ സമയം കൊണ്ട് നമുക്ക് അരി ഒന്ന് അളന്നെടുക്കേ. അരി ഓൾറെഡി ഞാൻ അളന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം 1 കിലോൻ്റെത് എൻ്റെത് എപ്പോഴും കാണുന്ന ആൾക്കാർക്കാണ് മനസ്സിലാവും എൻ്റെ കപ്പ്. അതായത് 3 കപ്പിനാണ് 1 കിലോൻ്റെ ആ ഒരു അളവിൽ വരുന്നത്. അപ്പോൾ ഞാൻ ആ 1 കിലോ അളന്നൊരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഇനി കഴുകി വൃത്തിയാക്കിയിട്ട് മാറ്റി വെക്കട്ടെ കേട്ടോ. അപ്പോൾ എൻ്റെ കപ്പ് കണ്ടില്ലേ, കപ്പ് മിക്ക ആൾക്കാർക്കും അറിയുന്നതാണ്, എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക്. അപ്പോൾ ഇതാണ്ട് ഉള്ളി ഒന്ന് റെഡിയായി കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ചുവപ്പ് ക്യാപ്സിക്കം വേണം കേട്ടോ. അത് മുഴുവനായിട്ട് വേണ്ട, 1ൻ്റെ പകുതി മതി. അത് അരിഞ്ഞതും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് മന്തിൻ്റെ മസാലപ്പൊടിയാണ്. ഇതിൻ്റെ റെസിപ്പിയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു, കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കണ്ട് നോക്കിയൊക്കെ കേട്ടോ. ഒറിജിനൽ മന്തിൻ്റെ മസാലപ്പൊടി തന്നെയാണ്. അപ്പോഴേ നമുക്ക് ഇതിലേക്ക് ശരിക്കും ആ ഒരു ഫ്ലേവർ കിട്ടുള്ളൂ. എന്നിട്ട് അതൊന്ന് വഴറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്ക് നാരങ്ങ, ഉണക്ക നാരങ്ങ അതൊരു 2 എണ്ണം ചതച്ചതും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 3 കപ്പിന് ഞാനിവിടെ എടുക്കുന്നത് 5 ഗ്ലാസ് പിന്നെ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് തക്കാളിൻ്റെ പേസ്റ്റാണ്. ഇത് നമുക്ക് വാങ്ങാൻ കിട്ടും. ഇതിലേക്ക് എന്തായാലും തക്കാളിൻ്റെ പേസ്റ്റ് കുറച്ച് വേണം, ഒരുപാടൊന്നും വേണ്ട. ഏകദേശം 1 ടേബിൾ സ്പൂൺ എന്നുള്ള രീതിക്ക് എന്തായാലും 1 കിലോൻ്റെ അരിക്ക് വേണം കേട്ടോ. ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ അറബിയുള്ള ഒരു പച്ചമുളക് ഉണ്ടല്ലോ, എരിവില്ലാത്ത അത്യാവശ്യം വലുത്, അതാണ് ഇട്ട് കൊടുത്ത് 2 എണ്ണം. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് നല്ല പോലെ ഒന്ന് തിളപ്പിക്കണം. തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെള്ളുള്ളിൻ്റെ പേസ്റ്റും കൂടെ അങ്ങനെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്നുകൂടെ ഒന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബസ്മതി അരിയും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം. ബസ്മതി അരി XXL ആണ് എടുത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് XXLൻ്റെ അരിയാണെങ്കിൽ സൂപ്പറായിട്ട് കിട്ടും. XXLൻ്റെ ആകുമ്പോൾ അത്ര ഒരു ഇത് കിട്ടില്ല. അപ്പം നമുക്ക് ആ ഒരു ഹോട്ടലിലൊക്കെ പോയിട്ട് കഴിക്കുമ്പോഴുള്ള ഒരു ചോറുണ്ടല്ലോ, അങ്ങനെ കിട്ടണമെങ്കിൽ XXL തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഞാനിതാണ്ട് കാണിച്ചാൽ അരിയും വെള്ളവും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം എൻ്റെ ഒരു വിരലിൻ്റെ പകുതിയുള്ള കേട്ടോ അരിയും വെള്ളവും തമ്മിലുള്ള വ്യത്യാസത്തിലിരിക്കുന്നത്. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്, അലിഞ്ഞു പോവും. എപ്പോഴും 3 കപ്പ് അരിക്ക് 5 ഗ്ലാസ് വെള്ളം മാത്രം എടുക്കുക, അതായത് 5 കപ്പ് വെള്ളം മാത്രം എടുക്കുക കേട്ടോ. എന്നാലേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ല രീതിക്കൊന്ന് ദം ചെയ്തെടുക്കുകയാണെങ്കിൽ സൂപ്പർ റൈസ് ഇവിടെ റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നതിന് ശേഷം
പൊരിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ശരി മീനുണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലോട്ടേക്കൊന്ന് നിരത്തി കൊടുക്കുകയാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം ഹൈ ആക്കി വെക്കരുത്, ലോ ഫ്ലെയിമിൽ വേണം ഇത് റെഡിയാക്കാൻ, എന്നാലേ നല്ല രുചിക്കും അടിയിൽ പിടിക്കാതെ നമുക്കങ്ങനെ കിട്ടുള്ളൂ കേട്ടോ. പ്ലേറ്റിൽ കണ്ടില്ലേ കുറച്ച് ആ ഒരു ഓയിൽ ഉണ്ടായിരുന്നേ പൊരിച്ച് വെച്ചതിൻ്റെ, അപ്പോൾ അതും കൂടെ അത് വടിച്ചിട്ട് അതിലേക്ക് ഇടുന്നുണ്ട് ആ ചോറിൻ്റെ മുകളിലേക്ക്. ഇനി ഇത് നമുക്കൊരു ചാർക്കോൾ, അതായത് ഒരു കോയിൽ ഫ്ലേവർ നമുക്കിതിലേക്ക് വേണ്ടേ, ചാർക്കോൾ ഫ്ലേവർ. അതിനായിട്ട് ചാർക്കോൾ കത്തിച്ചിട്ട് കുറച്ച് ഓയിലോ ഒലിവ് ഓയിലോ എന്താ ഒഴിച്ചിട്ട് നമുക്കിങ്ങനെ എന്തോ പുകയിപ്പിച്ച് കൊടുക്കാം, എന്നാലേ ആ ഒരു ഫ്ലേവറും കൂടെ കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ. അതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ്സ് അതിൽ തന്നെ അടച്ച് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് വിളമ്പാം. ഒരുപാട് നേരം ഇതിങ്ങനെ അടച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, വെറും 10 മിനിറ്റ്സ് അങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ തന്നെ ആ ഒരു പുകൻ്റെ ഫ്ലേവർ മീനിലേക്കും റൈസിലേക്കൊക്കെ അങ്ങനെ ഇറങ്ങി കിട്ടും കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ചിക്കൻ ക്യൂബ്സ് അതിൻ്റെ ഫ്ലേവർ കിട്ടാനായിട്ടൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു മന്തിയിലോട്ടേക്കും ചിക്കൻ ക്യൂബ്സ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ശരിക്കും നമ്മുടെ മല്ലൂസ് ഹോട്ടലിലും മല്ലൂസുകളും മാത്രമാണ് ചിക്കൻ ക്യൂബ്സിൻ്റെ പിന്നാലെ മന്തി ഉണ്ടാക്കുമ്പോൾ. ശരിക്കും അത് റോങ് ആണ് കേട്ടോ. അവിടെ നമ്മുടെ നെയ്ബേഴ്സ് ആണെങ്കിലോ ഇവിടുത്തെ ഹോട്ടലുകളാണെങ്കിലോ ആരും ചിക്കൻ ക്യൂബ്സ് അങ്ങനെ ഇടാറില്ല. നമുക്ക് ആ ഒരു ഒറിജിനൽ ഫ്ലേവർ കിട്ടണമെങ്കിൽ ആ സ്പൈസസും അതേപോലെ മന്തിൻ്റെ ആ ഒരു പൊടിച്ച മസാലപ്പൊടി അങ്ങനത്തെ ഒക്കെ ഇടുമ്പോഴും അരിയൊക്കെ എടുക്കുന്നത് പെർഫെക്റ്റും ആണെങ്കിലേ പക്ക ഫ്ലേവറാണ് നമുക്കിതിൽ അങ്ങനെ കിട്ടുക. അപ്പോൾ സൂപ്പറായിട്ടുള്ള മണിമണിയായിട്ടുള്ള നല്ലൊരു മീനിൻ്റെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് വിളമ്പി അതായത് ഫസ്റ്റ് ചോറ് വിളമ്പി കഴിഞ്ഞതിന് ശേഷം മീൻ അങ്ങനെ വെച്ചിട്ടങ്ങനെ പിന്നെ സെർവ് ചെയ്യുകയാണെങ്കിൽ സൂപ്പറായിരിക്കും. റൈസൊക്കെ കണ്ടില്ല നല്ല മണി പോലെ തന്നെ ഉണ്ട്, കഴിക്കാൻ അതിലേറെ രുചിയുമാണ് ഫ്ലേവറുമാണ്. ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് അന്നത്തെ ദിവസം ഇഫ്താർ പാർട്ടി ഉണ്ടായിരുന്നു, അതിനാണ് ഞാനിത് കാര്യമായിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയത് തന്നെ. അപ്പോൾ ഇത് കഴിച്ച ആൾക്കാരൊക്കെ പോകുന്നല്ലാതെ വേറൊന്നും പറയാനില്ല എന്നായിരുന്നു കേട്ടോ പറഞ്ഞതിൻ്റെ ആ ഫ്ലേവർ. ഉണ്ടാക്കിയത് കംപ്ലീറ്റ് കാലിയായിട്ടുണ്ടായിരുന്നു. മാഷാ അല്ലാഹ്, എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇനി നിങ്ങളും ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ട്രൈ ചെയ്യുക, എന്നിട്ട് ഇതിൻ്റെ രുചി എൻ്റെ അടുത്ത് അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ബൈ ബൈ, അസ്സലാമു അലൈക്കും.